എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിൽ എല്ലാത്തിനും നികുതി വർദ്ധിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ ബജറ്റ് അനുസരിച്ച് ഇനി മാസം 1,00,000 രൂപ പോലും വരുമാനമുള്ളവർ പോലും ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കണ്ട എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനം വരുന്നത്. എല്ലാവരും ഇതൊക്കെ കേട്ടിട്ട് ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഒരു പണി വരുന്നു എന്നുള്ള രീതിയിൽ, സാധാരണ അങ്ങനെയാണല്ലോ, ബജറ്റ് വന്നു 8ന്റെ പണിയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സാധാരണ ഓരോ വാർത്തകളും വരാറുള്ളത്. ഇപ്രാവശ്യം അങ്ങനെയല്ല, ഏറെക്കുറെ എല്ലാവരും ഹാപ്പിയാണ്, പ്രത്യേകിച്ച് ഈ ഇൻകം ടാക്സിൻ്റെ ഒക്കെ കാര്യത്തിൽ. എന്നാൽ പലരും ഇവിടെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതൊരു പണി തന്നെയാണ്, രാജ്യത്തെ സംബന്ധിച്ച് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളിനി ഭാവിയിൽ അത്യാവശ്യം വരുമാനമുള്ള ഒരാൾ പോലും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും. ഈ 1,00,000 പോലും ഉണ്ടെങ്കിൽ അടയ്ക്കേണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഭാവിയിൽ വളരെ ചെറിയ വരുമാനമുള്ളവർ പോലും ഇപ്പോൾ യൂറോപ്പിലൊക്കെ കാണുന്നത് പോലെ ഇൻകം ടാക്സ് നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതെങ്ങനെയെന്നാണ് ഇനി ഈ വീഡിയോയിൽ പറയുന്നത്. മിഡിൽ ക്ലാസ്സുകാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത് എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് വർഷം 7 ലക്ഷം വരെ ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് വേണ്ടെന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 12 ലക്ഷമായി. ശശി തരൂർ ചോദിച്ചതുപോലെ ഒരു മാസം 1,00,000 രൂപയൊക്കെ വരുമാനമുള്ള എത്ര പേരുണ്ട് നമ്മുടെ രാജ്യത്ത് എന്നുള്ളതും കൂടി ഒന്ന് ഓർക്കണം. ഒരു മാസം 1,00,000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരാൾ മിഡിൽ ക്ലാസ് ആയിട്ടാണോ നമ്മളിവിടെ കരുതുന്നത്? ഞങ്ങൾ മിഡിൽ ക്ലാസ്സുകാരാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളുകളൊക്കെ സ്വയം ഒന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ മിഡിൽ ക്ലാസിൻ്റെ നിർവചനം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഇപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം ഒന്നിരുന്ന് കേൾക്കേണ്ടത് ആവശ്യമുണ്ട്. എങ്കിലും സിമ്പിളായിട്ട് ആദ്യം തന്നെ ഒരു ഉദാഹരണം പറയാം. ജിയോ വന്നത് ഓർക്കുന്നുണ്ടോ? ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ ജിയോ സിം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എല്ലാം ഫ്രീ ആയിരുന്നു, കോള് ഫ്രീ ആയിരുന്നു, നെറ്റ് ഫ്രീ ആയിരുന്നു, അൺലിമിറ്റഡ് നെറ്റ് ഫ്രീ ആയിരുന്നു, ഇങ്ങനെയൊക്കെയാണല്ലേ. പക്ഷേ ഒരു മാസം ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത്? അത്യാവശ്യം നല്ലൊരു തുകയില്ലേ? അത് ഇനിയും കൂടുമെന്നും പറയുന്നു. ഈ അടുത്തിടയ്ക്ക് പിന്നെയും അത്യാവശ്യം വില കൂട്ടിയിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എങ്കിൽ പോലും 6 മാസമോ 4 മാസമോ ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് പരിപാടി വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏകദേശം ഇതേപോലെയാണ് ഈ ഇൻകം ടാക്സിൻ്റെയും കാര്യം. ഇപ്പം പറയുന്നുണ്ട് വർഷം 12 ലക്ഷമാണെങ്കിൽ പോലും ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കണ്ട. പക്ഷേ ഉടനെ തന്നെ വരാൻ പോകുന്ന നിയമങ്ങളെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കണ്ട, പക്ഷേ ITR സബ്മിറ്റ് ചെയ്യണം എല്ലാവരും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ, അത്തരം നിയമങ്ങളൊക്കെ വരും. ഇത് എല്ലാവരും സബ്മിറ്റ് അങ്ങ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഈ പറയുന്ന നിയമങ്ങളൊക്കെ മാറും. ഒരു പക്ഷേ ഇനി വർഷം 4 ലക്ഷം വരുമാനമുള്ളവർ പോലും IT അടയ്ക്കണം എന്നുള്ളൊരു നിയമവും വരും കാലത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയാണ് ഈ പരിപാടി. സിമ്പിളായിട്ട് അതാണ്. ഇനി ഇതൊന്ന് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് പറയട്ടെ. പുതിയ ബജറ്റിൽ മാസം 1,00,000 രൂപയൊക്കെ വരുമാനമുള്ളവർ പോലും ഇൻകം ടാക്സ് അടയ്ക്കണ്ട എന്നുള്ളത് പലർക്കും സന്തോഷമൊക്കെ നൽകുന്നുണ്ട്. ഇത് മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും മിഡിൽ ക്ലാസ്സുകാർ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം നമ്മുടെ സാമ്പത്തിക ഭദ്രതയെല്ലാം തകർക്കുന്നത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പല കാര്യങ്ങളുമാണ്. അപകട മരണങ്ങളും വലിയ രോഗങ്ങളും വലിയ ആശുപത്രി ബില്ലുകളും ഒക്കെ ഓർക്കപ്പുറത്ത് സംഭവിച്ചാൽ തകർന്നു പോകുന്നതാണ് പലരുടെയും സാമ്പത്തിക ഭദ്രത. നിക്ഷേപങ്ങൾ നടത്തുന്നതും നികുതി ഇളവുകൾ ലഭിക്കുന്നതും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ ഇതിനേക്കാളും ഒക്കെ മുൻപ് ഒരു നല്ല ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എടുത്തു വെക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഇത് രണ്ടും വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായ രീതിയിൽ എടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതര രോഗമോ അപ്രതീക്ഷിതമായിട്ട് അപകടങ്ങൾ സംഭവിച്ച് അംഗവൈകല്യം ഉണ്ടാവുകയോ മരണം സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയാകെ തകർന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നല്ല ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എടുത്തു വെക്കുന്നതാണ് നല്ലത്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയാൽ ഹെൽത്ത് ഇൻഷുറൻസ് 25% വരെയും ടേം ഇൻഷുറൻസ് 15% വരെയും ഡിസ്കൗണ്ടോട് കൂടി പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതിമാസം 400-500 രൂപ മുതലൊക്കെ ആരംഭിക്കുന്ന 1 കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസുകളും മാസം 695 രൂപയൊക്കെ അടയ്ക്കുകയാണെങ്കിൽ 2 കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇതുകൊണ്ട് പ്രയോജനമുള്ളത് ഈ മിഡിൽ ക്ലാസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇപ്പൊ കേരളത്തിലെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സർക്കാർ ജോലിയുള്ളവരൊക്കെ ഒരുപാട് അല്ലെങ്കിൽ പണിയൊന്നും ചെയ്യാതെ തന്നെ ശമ്പളം വാങ്ങുന്നു.
അവർ കൈക്കൂലി വാങ്ങുന്നു. ഇങ്ങനെ പൊതുവെ ആളുകൾക്ക് അവരെ ഇഷ്ടമല്ല. എല്ലാവരും മോശക്കാരൊന്നുമല്ല, നല്ല ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ അന്നുമൊക്കെ നമുക്ക് അവരെക്കുറിച്ച് ഒരു തൃപ്തി ഉണ്ടായിരുന്നത് അവരൊന്നുമില്ലെങ്കിലും IT അടയ്ക്കുന്നുണ്ട്, ഇൻകം ടാക്സ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാരാണെങ്കിൽ ഇതിൽ നിന്ന് അങ്ങനെ ഒഴിവാകാനൊന്നും സാധിക്കില്ല. പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ സർക്കാർ ജോലിയുള്ള ഒരു 75% ആളുകളും അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും ഇനി ഇൻകം ടാക്സ് അടയ്ക്കണ്ട. എല്ലാവരും സർക്കാർ ജോലി നോക്കിയാണ് ഇരിക്കുന്നതെങ്കിലും ഇപ്പോൾ കേരളത്തിൽ എത്ര സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, സർക്കാർ ജോലി ഉള്ളവരുണ്ട് എന്ന് നോക്കിയാൽ ഒരു 6 ലക്ഷമൊക്കെയാണ് ആവറേജ്. അതിലൊരു 75% ആളുകളും ഇനി ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല പുതിയ കാര്യങ്ങളനുസരിച്ച്. അവിടെ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. മാസം 1 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും വളരെ കുറവാണ്. KSBയിലൊക്കെ ഒരു ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ ജോലിക്കോ ഒക്കെ പണ്ടേ കയറിയവർ, SSLCയോ അല്ലെങ്കിൽ +2 ഒക്കെ വെച്ച് കയറിയവർക്ക് പോലും ഇപ്പോൾ അല്ലെങ്കിൽ റിട്ടയർഡ് ആകുന്ന സമയത്ത് 1 ലക്ഷത്തിനടുത്ത് ശമ്പളമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയായിട്ട് സാധാരണ സർക്കാർ ജോലികൾക്കും ചില ഉദാഹരണങ്ങൾ വ്യത്യസ്തമായിട്ട് കാണാമെങ്കിലും ഭൂരിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിലും അതിൽ തന്നെ ഒരു 75% ഒക്കെ മാസം 1 ലക്ഷത്തിന് താഴെയൊക്കെ മാത്രം ഏൺ ചെയ്യുന്നവരാണ് എന്നുകൂടി ഓർക്കുക. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമം അനുസരിച്ച് നിലവിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ മാത്രമാണ് എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് തോന്നുക. കാരണം ഇപ്പൊ അവർക്കാണല്ലോ എല്ലായിടത്തു നിന്നും കാശ് കിട്ടുന്നത്. അപ്പൊ ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ആളുകൾ ചിന്തിക്കുന്നത് ഇതൊരു നല്ല കാര്യമല്ലേ, എങ്ങനെയാണ് ഇതൊരു പണിയാകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആരും കാണാത്ത ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് എങ്ങനെയാണ് ഇങ്ങനെയായത്, ചൈന ഇപ്പോൾ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ഒരു ആദ്യ പടി എന്നുള്ള രീതിയിലാണ് ഈ ഇൻകം ടാക്സിൻ്റെ ഒക്കെ കാര്യത്തിലുമൊക്കെ ഇന്ത്യയും ഫോളോ ചെയ്തു വരുന്നതെന്ന് തോന്നിപ്പോകും. കാരണം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ, രണ്ടാമതാണ് ഇപ്പോൾ ചൈന. ഈ 140 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയിൽ 8 കോടിയൊക്കെ ആളുകൾ മാത്രമാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്. അവരിൽ കുറച്ച് പേര് മാത്രമേ നികുതി അടയ്ക്കുന്നുള്ളൂ. അതിൽ തന്നെ പകുതി ആളുകളും ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇനി നികുതി അടയ്ക്കണ്ട. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കാനും മാത്രം കിട്ടുന്നവരൊന്നും ഇന്ത്യയിൽ ഇല്ല, ബാക്കിയുള്ളവർക്കൊന്നും ഒന്നുമില്ല, പിന്നെ എന്തിന് ഇൻകം ടാക്സ് അടയ്ക്കണമെന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. ഇന്ത്യയിൽ നല്ലൊരു ഭാഗം ആളുകളും ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അതിന് ജോലിയോ ചെറിയ ബിസിനസ്സുകളോ അല്ലെങ്കിൽ വാടകയോ അങ്ങനെയൊക്കെ തുടങ്ങി 100 തരത്തിൽ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ത്യയിൽ. അവരിൽ നല്ലൊരു ഭാഗവും IT റിട്ടേൺ പോലും സമർപ്പിക്കുന്നില്ല. കാരണം ആരും അങ്ങനെ ചോദിക്കാനൊന്നുമില്ല, ഇവിടെ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല. ഇതങ്ങ് മാറ്റിയിട്ട് എല്ലാവരുടെയും വരുമാനമൊക്കെ കൃത്യമായിട്ട് അറിയുക, ഭാവിയിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് തന്നെ ഇൻകം ടാക്സ് ഈടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാരും നല്ല മനസ്സോടെ കൊടുക്കുന്നൊന്നുമല്ല. ഇപ്പൊ ഇന്ത്യയിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള പണി എന്താണ്? നിങ്ങൾ കൊടുക്കേണ്ട ഇൻകം ടാക്സ് കൊടുക്കരുതാത്ത രീതിയിൽ അതിന്റെ ഈ വക്കീലന്മാര് നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിക്കുന്നത് പോലെ എങ്ങനെ ടാക്സ് വെട്ടിക്കാം എന്ന് സഹായിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ഭൂരിഭാഗം അക്കൗണ്ടന്റുമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെയും ഒക്കെ ഒരു പ്രധാന പണി. വക്കീലന്മാരുടെ പണി എന്താണ്? കുറ്റം ചെയ്തവരെ രക്ഷപ്പെടുത്തുക നിയമത്തിന്റെ കയ്യിൽ നിന്ന് എന്ന് പറയുന്നത് പോലെയാണ് ഈ അക്കൗണ്ടന്റുമാര് രാജ്യത്തിന് കൊടുക്കേണ്ടതായ നികുതി പരമാവധി കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു ശ്രമമാണ് അവർ ചെയ്യുന്നത്. ഇത് 100% എല്ലാം ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ഇതൊക്കെ ഓരോ പരിതസ്ഥിതികളാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏകദേശം 12 ലക്ഷം കോടിയൊക്കെയാണ് ഇൻകം ടാക്സ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റിന് കിട്ടിയതെങ്കിൽ ഇനി അത് കുറയാനല്ലേ സാധ്യത? ഈ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഇനി അത് ഒരു 15 ലക്ഷം കോടിയായിട്ട് ഉയരും എന്നാണ് ഭാവിയിൽ. അവിടെയാണ് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം ഇരിക്കുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന അടച്ചുകൊണ്ടിരുന്നവരെ പോലും ഇനി പകുതി ആളുകളും അടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ 12 ലക്ഷം കോടിയിൽ നിന്ന് 15 ലക്ഷം കോടിയിലേക്കൊക്കെ ഇൻകം ടാക്സ് വരുമാനം ഗവൺമെന്റിന് കൂടുതൽ കിട്ടും എന്നിവർ പറയുന്നത്? അതിന്റെ ഒരു ഉത്തരവെന്ന് പറഞ്ഞാൽ നിയമം പൂർണ്ണമായി വന്നിട്ടില്ല ഇപ്പോഴും, ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാസം 1 ലക്ഷം രൂപയുണ്ടെങ്കിലും ഇൻകം ടാക്സ് ഒന്നും കൊടുക്കണ്ട. ഈ ടാക്സ് ലാബുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 12 ലക്ഷം മുതൽ 16 ലക്ഷം വരെ ഇത്ര ശതമാനം എന്നൊക്കെ കാണാം. അതെന്തുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ പല വീഡിയോകളും കണ്ട ആളുകൾക്ക് മാറിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത് വീണ്ടും പറഞ്ഞ് സമയം കളയാത്തത്. നിലവിൽ എന്താണെങ്കിലും 12 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ഫലത്തിൽ. അപ്പോൾ ഇനി ഗവൺമെന്റ് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരില്ല, സ്വാഭാവികം. പക്ഷെ നിങ്ങൾ IT റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കണം. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ പലരും അത് ചെയ്യുന്നില്ല.
പക്ഷെ ഇനി അത് പോരാ, എല്ലാവരും ഇത് ചെയ്യണമെന്നുള്ള നിയമം വരും. അപ്പോൾ പോട്ടെ പുല്ല്, ഇങ്ങനെ ഒരു നിയമം വന്നില്ല, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ എല്ലാവരും ആളുകൾ സ്വയമായിട്ടോ ഒക്കെ സിമ്പിളായിട്ട് ഇതൊക്കെ ഇപ്പൊ തന്നെ ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും തന്നെ ITR എല്ലാ വർഷവും സബ്മിറ്റ് ചെയ്യുന്ന ഒരു രീതി വരും. പിന്നീട് പിടി വീഴാനായിട്ട് തുടങ്ങും. ഇപ്പൊ യൂറോപ്പിലൊക്കെ എങ്ങനെയാണ്, പാർട്ട് ടൈം ആയിട്ട് നിസ്സാര കാശ് നിങ്ങൾ ഉണ്ടാക്കിയാൽ പോലും അവിടെ ഇൻകം ടാക്സ് കൊടുത്തിരിക്കണം. അല്ല പാർട്ട് ടൈം ആയിട്ടാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് സ്ഥിരമായിട്ട് ജോലി ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അക്കൗണ്ടിലേക്ക് കാശ് വരുന്നുണ്ടോ, ഇൻകം ടാക്സ് കൊടുത്തിരിക്കണം. അപ്പോൾ ഏതാനും വർഷങ്ങൾക്കപ്പുറം സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്, നാട്ടിൽ ഏറ്റവും സാധാരണ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ പോലും, അയാളും എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു മാസം ഒരു 25,000-30,000 രൂപയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അവർ പോലും ഭാവിയിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പലരും ഒരു പക്ഷേ പരിഹസിച്ചു എന്ന് വരും. എന്നാൽ ഇതിൻ്റെയൊക്കെ മുന്നോടി തന്നെയാണ് ഈ കാര്യങ്ങൾ. എല്ലാവരും ITR സബ്മിറ്റ് ചെയ്യണമെന്നുള്ള നിയമങ്ങൾ ഇനി ഭാവിയിൽ വരാൻ പോവുകയാണ്. ആ സമയത്ത് ആളുകൾ വലിയ ജനരോക്ഷമൊന്നുമില്ലാതെ, ഇത് നിയമമൂലം നിർബന്ധമായിരിക്കും, ചെയ്തേ പറ്റൂ. പക്ഷെ ഈ ജനരോക്ഷം മാറണമെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ തോന്നണം, സബ്മിറ്റ് ചെയ്താൽ പോരെ, ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കണ്ടല്ലോ. നിലവിൽ 12 ലക്ഷം വരെ ഒരു വർഷം വരുമാനം ഉണ്ടെങ്കിൽ പോലും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും സബ്മിറ്റ് ചെയ്യും. പക്ഷെ പതുക്കെ ഈ നിയമങ്ങൾ മാറി തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ബജറ്റ് കേട്ടിട്ട് ആരും അങ്ങനെ മറന്ന് സന്തോഷിക്കേണ്ട, പണി പുറകെ വരുന്നുണ്ട്. അപ്പൊ ഇനി ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ സാധാരണക്കാരുടെ ഒരു ഭാഷയിലാണ് പറഞ്ഞത് പണി വരുന്നുണ്ടെന്നൊക്കെ. ഇത് വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണ്ടതാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ യൂറോപ്പിലൊക്കെ എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. അവിടെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ എത്ര നന്നായിട്ടാണ് മാനേജ് ചെയ്യുന്നത്, സംസ്കരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നു. നല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അവരും ഇപ്പൊ നമ്മൾ GST കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ അവരും ഓരോ സേവനങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അവിടെ ഓരോ സാധാരണക്കാരനും ഇൻകം ടാക്സ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. യൂറോപ്പിലൊക്കെ നിങ്ങൾ ജീവിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ജോലിയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പകുതിയും ഇൻകം ടാക്സും അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ ഒക്കെ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടും കൂടിയാണ് അവർക്ക് ഈ പറയുന്ന പ്രയോജനങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞതാണ്, ഇനി മുതൽ കൃത്യമായിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസി ഒക്കെ വന്നിട്ട് കൃത്യമായിട്ട് മാലിന്യം സംസ്കരിക്കും. പക്ഷേ നമ്മൾ ഗവൺമെന്റിലേക്ക് മാസം ഒരു 500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാലും ഇവിടെ ആരും കൊടുക്കില്ല. എന്താ കൊടുക്കാത്തത്? ഇവരെല്ലാം കൃത്യമായിട്ട് മാലിന്യം സംസ്കരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെയുള്ള കുറെ വൃത്തികെട്ടവന്മാർക്ക് ഈ വേസ്റ്റ് എല്ലാം പ്ലാസ്റ്റിക് കൂടുകളിലൊക്കെ പൊതിഞ്ഞു കെട്ടി റോഡിന്റെ വക്കിലേക്കും പുഴയിലേക്കും ഒക്കെ വലിച്ചെറിയണം. ആ സ്വാതന്ത്ര്യം വേണം. എന്നിട്ട് ഗവൺമെന്റിനെ ഇരുന്ന് കുറ്റം പറയുകയും ചെയ്യും. ഇവിടുത്തെ ഗവൺമെന്റ്, അത് സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ഒക്കെ അഴിമതിയും പിടിപ്പുകേടും ഒക്കെ ഉണ്ട്. ഒരുപാട് മണ്ടന്മാര് നമ്മളെ ഭരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളും ഒട്ടും മോശമല്ല. ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അർഹിക്കുന്നതേ കിട്ടൂ. പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ വരട്ടെ. ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുക, അങ്ങനെ രാജ്യത്തോടൊരു ഉത്തരവാദിത്തം വരട്ടെ. സിവിക് സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. ഇവിടെയുള്ള ഭൂരിഭാഗം പേരും ഒന്നും ഗവൺമെന്റിന് കാര്യമായിട്ട് കൊടുക്കുന്നില്ല. ഈ കൊടുക്കുന്നത് തന്നെ കയ്യിൽ കാശുള്ളവരാണ്. അവരാണ് ഇപ്പോൾ സമൂഹത്തിലേക്കാണെങ്കിലും ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ വാങ്ങുന്നതും ചെയ്യുന്നതും. അതിൻ്റെയൊക്കെ ടാക്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സും ഒക്കെ കൊണ്ട് തന്നെയാണ് ഗവൺമെന്റിനും ഒക്കെ പണം കിട്ടുന്നത്. ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരും ഗവൺമെന്റിൽ നിന്ന് വാങ്ങുന്നതല്ല, ഗവൺമെന്റിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാം വേണമെന്ന് പറഞ്ഞ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ധാരണയുള്ള, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്ത ഭൂരിഭാഗം വരുന്ന ജനസമൂഹമാണ് ഇവിടെ. അത് മാറണം. അപ്പൊ അതിന് ഇതൊക്കെ നല്ലതാണ്. വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റോ സേവിങ്സോ ഒക്കെ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. 25%, 15% ഒക്കെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ടേം ഇൻഷുറൻസുകൾ എടുക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക ഇന്ത്യയിൽ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.